ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈസ്റ്ററിൻ്റെ ഉദ്ധിതൻ്റെ ആനന്ദവും സന്തോഷവും ബലവും ധൈര്യവും എല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ധാരാളം ലഭിച്ചു എന്ന് കരുതുകയാണ്. ആ ഒരു നല്ല അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് വേനൽക്കാലമാണ്, നല്ല ചൂടുള്ള സമയമാണ്, ദാഹവും പരവേശവും ഉള്ള ഒരു സമയമാണ്. നമ്മുടെ വീടുകളിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ സ്ക്വാഷ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കുന്നു, ജ്യൂസ് കൊടുക്കുന്നു. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായി, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഏറ്റവും നല്ല ഒരു പ്രകൃതിദത്തമായ ഒരു പാനീയം നമ്മൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്തും ദാഹവും പരവേശവും ഒക്കെ ഉള്ളപ്പോൾ നമുക്കത് കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു എന്നുള്ളൊരു തോന്നലാണ്. ഇപ്പം വേറെ എന്തെങ്കിലും മധുരമൊക്കെ ചേർത്ത പാനീയം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ദാഹിക്കും, നമുക്ക് കുടിച്ച ഒരു സംതൃപ്തി കിട്ടില്ല ആ സമയം മാത്രം. ഇതങ്ങനെയല്ല, കുടിക്കുമ്പോഴും അതിന് ശേഷവും നിറഞ്ഞ സംതൃപ്തി. നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെയുള്ള ഒരു മൺകൂജ എടുക്കുക, മൺകലം, ചെറുതോ വലുതോ നിങ്ങളുടെ ആവശ്യത്തിന് ഉള്ളത് സൈസ്, നിറച്ചും നല്ല ശുദ്ധജലം, ഒരു മുക്കാൽ ഭാഗത്തോളം ശുദ്ധജലം ഒഴിക്കുന്നു. അതിലേക്ക് ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഇടുന്നു. ഇതൊരു ഇഞ്ചി കഷ്ണമാണ്. നന്നായിട്ട് കഴുകി, തൊലിയൊന്നും ചെത്തണ്ട, മുറിക്കണ്ട, ചതക്കണ്ട, വെറുതെ ഒരു ഇഞ്ചി കഷ്ണം ഇടുക. അതിനുശേഷം ഇത് മുക്കുറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീടുകളിലുണ്ട് മുക്കുറ്റി. വേരോടുകൂടി പറിക്കുക, നന്നായിട്ട് കഴുകിയെടുക്കുക, അത് ഇതിലേക്ക് ഇടുക. ഇത് നെല്ലിയുടെ ഇലയാണ്. നിങ്ങളുടെ വീട്ടിൽ നെല്ലി ഉണ്ടെങ്കിൽ ആ നെല്ലിയുടെ ഇല ഇടുക. ഇതും നെല്ലിയുടെ ഇല തന്നെയാണ്. അത് നല്ല ഫ്രഷായിട്ട് കഴുകിയെടുത്ത് ഇടുക. ഇത് ഇലഞ്ഞിയുടെ ഇലയാണ്. ഇലഞ്ഞി നിങ്ങൾക്കറിയാം, ഒരു സർവ്വരോഗ സംഹാരിയാണ്. അപ്പോൾ ഇലഞ്ഞിയുടെ ഇല ഇടുന്നു. ഇത് വയമ്പാണ്. വയമ്പ് ഇത് വേരോടുകൂടി നിങ്ങൾക്കറിയാം, നല്ല സുഗന്ധമാണ്. തേനും വയമ്പും എന്നൊക്കെ പറയുന്ന പാട്ട് നിങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ വയമ്പ് ഇതിലേക്ക് ഇടുന്നു. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല സുഗന്ധമായി, ഈ വെള്ളത്തിനൊരു പ്രത്യേക രുചിയായി. ഇത് രാമച്ചമാണ്. ഇതെല്ലാം ഞങ്ങളുടെ ആശ്രമത്തിൽ തന്നെ ഉള്ളതാണ്. ഇത് പറിച്ച് നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നു. രാമച്ചത്തിൻ്റെ വേര്. ഇത് തുളസി വെറ്റിലയാണ്. തുളസി വെറ്റില. ഇനി നിങ്ങൾക്ക് തുളസി വെറ്റില ഇല്ലെങ്കിൽ സാധാരണ വെറ്റില ചേർത്താലും മതി. തുളസി വെറ്റില ചേർക്കുന്നു. ഇത് എല്ലാവരുടെയും വീട്ടിൽ സുലഭമായി കിട്ടിയിരിക്കുന്ന കറിവേപ്പില. ഇത് ആര്യവേപ്പില. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആര്യവേപ്പിലയുടെ 2 തണ്ട്. ഇത് മാവിൻ്റെ വെള്ളം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിനാണ് വെള്ളം വീഴുന്നത്. മാവിൻ്റെ കൂമ്പില. അതോടൊപ്പം നമ്മൾ ചേർക്കുന്നത് ഒരു പ്രത്യേക കാര്യം ഇതാണ്. നമ്മുടെ പച്ചമാങ്ങ ഇതുപോലെ ചെത്തി ഉണങ്ങി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഇട്ട് ഒന്നും ചെയ്യണ്ട, ഒന്ന് മൂടി വെക്കുക. ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ തന്നെ ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാം. ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കരുത്. അപ്പോൾ ആ ഇലയെല്ലാം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ രീതിയിൽ വെക്കുക, പുതിയ ദിവസം വെക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഇലകളിലാണ് ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇത് നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുകയോ, ഇത് കുടിച്ചതിൻ്റെ പേരിൽ കിഡ്നിക്ക് പ്രശ്നം വരുമോ, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളിതൊന്ന് ചെയ്ത് കുടിച്ച് നോക്കി. അത്രയും സുഗന്ധമുള്ള, അത്രയും ഒരു പ്രത്യേക രുചിയുള്ള നല്ല ഒരു ഹെർബലായിട്ടുള്ള ഒരു പാനീയമാണ്. അപ്പം നിങ്ങളിതുപോലെ തന്നെ വീട്ടിൽ ഒരു പൂജ എടുത്ത് വെക്കുക. പിന്നെ മാത്രമല്ല, ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതും കൊടുത്താൽ മതി. ഇതും കൊടുത്താൽ നമുക്ക് പിന്നെ വെള്ളം എടുക്കാൻ പോകേണ്ട സമയമോ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ചിലവും സമയമൊക്കെ നമുക്ക് ലാഭിക്കാം. പൈസ ലാഭിക്കാം, സമയം ലാഭിക്കാം. എന്ന് പറഞ്ഞാൽ വരുന്നവരെ മോശമാക്കി കൊടുക്കില്ല. കാരണം അതിനേക്കാളും നല്ലതാണ്. നമ്മൾ കൊടുക്കുന്ന ജ്യൂസിനേക്കാളും സ്ക്വാഷിനേക്കാളും ഒക്കെ നല്ല ഒരു പാനീയമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മറക്കണ്ട. പെട്ടെന്ന് തന്നെ ഒരു കലമൊക്കെ സംഘടിപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. നല്ലതുപോലെ ആരോഗ്യവും ആയുസ്സും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.